അഗർബത്തീസ് സുപ്രഭാതം സമർപ്പിക്കുന്നത് സൈക്കിൾ പ്യൂർ അഗർബത്തീസ്. ദൈവമുണ്ട്. മാന്യ പ്രേക്ഷകർക്ക് സുപ്രഭാതത്തിലേക്ക് സ്വാഗതം. ക്യാൻസറും ഹോമിയോ ചികിത്സയും എന്ന വിഷയത്തെക്കുറിച്ച് ഇന്ന് നമ്മോട് സംസാരിക്കാൻ ഇവിടെ എത്തിയിരിക്കുന്ന ഡോക്ടർ ഉണ്ണികൃഷ്ണൻ. അദ്ദേഹം ചേലക്കര നവജീവൻ ഹോമിയോപ്പതിക് റിസർച്ച് സെൻ്ററിൻ്റെ സാരഥിയാണ്. ദൃശ്യമാധ്യമങ്ങളിലൂടെ അദ്ദേഹം വളരെ സുപരിചിതനുമാണ്. ഈ വേദിയിലേക്ക് ശ്രീ ഉണ്ണികൃഷ്ണനെ സ്വാഗതം ചെയ്യും. ക്യാൻസർ എന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരു സാധാരണക്കാരൻ്റെ മനസ്സിൽ വളരെ ഒരു ഭയം, ഒരു ഭീതിയാണ് ഉണ്ടാവുന്നത്. അതിൻ്റെ ചികിത്സയെക്കുറിച്ച് ഓർക്കുമ്പോൾ ഒരുപക്ഷെ അതിനേക്കാൾ ഭയം ഉണ്ടാവുന്ന ആ ഒരു സാഹചര്യമാണ് ഇന്നുള്ളത്. ക്യാൻസറിൽ ഹോമിയോപ്പതിയുടെ ഒരു സാധ്യതകൾ എന്തൊക്കെയാണ്? ഏത് അവസ്ഥയിൽ ഒരു രോഗി വന്നാലാണ് ഹോമിയോപ്പതിക്ക് ആ രോഗിയെ നല്ല രീതിയിൽ ചികിത്സിക്കാൻ സാധിക്കുക? സാധാരണയായിട്ട് ഹോമിയോപ്പതി എൻ്റെയൊക്കെ ക്ലിനിക്കിൽ സാധാരണ വരുന്ന രോഗികൾ പലതരത്തിലുള്ളവരാണ്. ഒന്നാമത് മറ്റ് ചികിത്സാ ശാസ്ത്രങ്ങൾ പരീക്ഷിച്ച് ഒരു ലാസ്റ്റ് അറ്റംപ്റ്റ് എന്നുള്ള രീതിയിൽ, ഒരു അവസാന ആശ്രയം എന്നുള്ള രീതിയിൽ ഞങ്ങളുടെ അടുത്ത് എൻ്റെ അടുത്ത് ചികിത്സയ്ക്ക് വരാറുണ്ട്. അപ്പോൾ അത് പലപ്പോഴും മറ്റ് ചികിത്സാ ശാസ്ത്രങ്ങളുടെ പരിമിതി അല്ലെങ്കിൽ സാധ്യത ഒരു സെർട്ടൻ എക്സ്റ്റെൻറ്റ് അത് കുറച്ച് കഴിയുമ്പോഴേക്കും നിൽക്കും. അപ്പോൾ ഇനി ലാസ്റ്റ് അറ്റംപ്റ്റ് എന്നുള്ള രീതിയിൽ ഹോമിയോപ്പതി ചികിത്സ പരീക്ഷിക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ മറ്റ് ചികിത്സാ ശാസ്ത്രങ്ങളുടെ പാർശ്വഫലങ്ങൾ അല്ലെങ്കിൽ അതിന്റെ സൈഡ് എഫക്ട്, നള്ളിറ്റി ഓഫ് ഇഫക്റ്റ് എന്നൊക്കെ പറയാം. അപ്പോൾ കീമോതെറാപ്പി അല്ലെങ്കിൽ റേഡിയോതെറാപ്പി ഒക്കെ ചെയ്യുമ്പോഴുള്ള ഇഫക്റ്റ് ഇല്ലായ്മയോ അല്ലെങ്കിൽ പാർശ്വഫലങ്ങളെ കൊണ്ട് ഫലം കിട്ടാതെ വരാം. ഇത്തരത്തിലുള്ള സമയത്ത് നമ്മുടെ അടുത്ത് ചികിത്സയ്ക്ക് വരാം. പിന്നെ മറ്റ് ചികിത്സാ ശാസ്ത്രങ്ങളോട് കൂടെ തന്നെ ഇപ്പോൾ കീമോതെറാപ്പി അല്ലെങ്കിൽ റേഡിയോതെറാപ്പി ഒക്കെ ചെയ്യുമ്പോൾ തന്നെ അതിന്റെ പാർശ്വഫലങ്ങൾ അല്ലെങ്കിൽ ഇപ്പോൾ വോമിറ്റിംഗ്, ഛർദി, അതുമൂലം ഉണ്ടാവുന്ന രോഗമല്ല, രോഗത്തിൻ്റെതായ പ്രശ്നങ്ങളല്ല പ്രശ്നങ്ങൾ. അപ്പൊ മോർഫിൻ ഇൻഡ്യൂസ്ഡ് കോൺസ്റ്റിപ്പേഷൻ, ഇപ്പൊ മോർഫിൻ കൊടുക്കുമ്പോൾ ഉണ്ടാവുന്ന കോൺസ്റ്റിപ്പേഷൻ അല്ലെങ്കിൽ ശോധനക്കുറവ്, വേദന സംഹാരിയായിട്ടാണ് മോർഫിൻ പലപ്പോഴും കൊടുക്കുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള സാഹചര്യത്തില് ഹോമിയോപ്പതി ചികിത്സ ഒരു സഹായം എന്നുള്ള രീതിയിൽ ഒരു സഹായമായിട്ട് അത് വരാറുണ്ട്. അപ്പൊ അതിന്റെ പാർശ്വഫലങ്ങൾ കുറയ്ക്കുകയും അപ്പൊ അതിനോട് കൂടെ തന്നെ ഔഷധങ്ങൾ കുറച്ചും കൂടെ ചെയ്യാൻ വേണ്ടിയിട്ട്, പിന്നെ പരിപൂർണമായിട്ട് മറ്റ് ചികിത്സകളോ അല്ലെങ്കിൽ നമ്മുടെ ഹോമിയോപ്പതി ചികിത്സ കൊണ്ട് തന്നെ പരിപൂർണമായി മാറ്റി എടുത്തതിന് ശേഷം ആരോഗ്യം വീണ്ടെടുക്കുന്നതിന് വേണ്ടിയിട്ട് സ്ഥായിയായിട്ട് 1-2 വർഷങ്ങളോളം നമുക്ക് വീണ്ടും ഇത് വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഔഷധങ്ങൾ പ്രയോഗിക്കേണ്ടത്. ഇത്തരത്തിലുള്ള ചികിത്സകളാണ് സാധാരണ നമ്മൾ ഹോമിയോപ്പതി ചികിത്സകൾക്ക് കിട്ടാറുള്ളത്. ഈ ക്യാൻസർ രോഗമായിട്ടൊരു രോഗി, ആ രോഗിയുടെ ഏറ്റവും വലിയ സ്വപ്നം എന്ന് പറഞ്ഞാൽ ഈ രോഗം മുഴുവനായിട്ട് ഭേദമാക്കുക, നിശേഷം ഭേദപ്പെടുത്തുക എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ഒരു സാധ്യത ഉണ്ടെങ്കിൽ ഈ രോഗി ഏത് അവസ്ഥയിൽ, ഈ രോഗത്തിന്റെ ഏത് ഘട്ടത്തിൽ ഒരു ഹോമിയോപ്പതി ചികിത്സയ്ക്ക് വന്നാലാണ് നമുക്ക് ഈ രോഗിക്ക് അങ്ങനെ ഒരു കംപ്ലീറ്റ്, ഒരു പൂർണ്ണമായ ഒരു രോഗശാന്തി നൽകാൻ സാധിക്കുക? അത് പരിപൂർണമായിട്ട് മാറ്റാമെന്ന് പറയുന്നത് ഏർലി ഡിറ്റക്ഷൻ ആയിട്ടുള്ള കേസുകൾ. ഇപ്പൊ നമുക്ക് ക്യാൻസർ ആണോ അല്ലെങ്കിൽ നമുക്ക് ക്യാൻസറിന്റെ വാർണിംഗ് സിഗ്നൽസ് ഒക്കെ ഉണ്ട്. ചില സൂചനകൾ കൂടെ ചോദിക്കട്ടെ, എന്തൊക്കെയാണ് ഈ വാർണിംഗ് സിഗ്നൽസ്? അതായത് രോഗം ആണെന്ന് നമുക്ക് സംശയിക്കുകയും പിന്നീട് അത് വളരെ നേരത്തെ നിർണ്ണയിക്കാൻ സാധിക്കുന്ന ഒരു ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? കാരണം ജനങ്ങൾക്ക് വളരെയധികം പ്രയോജനകരമാകുന്ന കാര്യങ്ങളാണത്. അപ്പൊ ഈ വാർണിംഗ് സിഗ്നൽസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ അവിടെ ഇവിടെ കാണുന്ന മുഴകൾ, അത് അല്ലെങ്കിൽ മുഴകൾ, അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ നോൺ ഹീലിംഗ് അൾസേഴ്സ്, അതായത് വ്രണങ്ങൾ കരിയാതെ നിൽക്കുക. നമ്മൾ മറ്റു പല ഔഷധങ്ങളും കഴിച്ചിട്ടും ഈ വ്രണങ്ങൾ കരിയാതെ നിൽക്കുമ്പോൾ നമുക്ക് ഇത് ക്യാൻസറിന്റെ ടെൻഡൻസിയിലേക്ക് പോയിട്ടുണ്ടോ എന്ന് നമുക്കൊരു സംശയം തോന്നാം. അതുപോലെ തന്നെ ഇറഗുലർ ബവൽ ഹാബിറ്റ്, ഒന്നല്ലെങ്കിൽ ഛർദ്ദിക്കുക, അല്ലെങ്കിൽ കൂടുതൽ വയറിളകുക, അല്ലെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ, ശോധന കുറയുക, ഭക്ഷണം ശരിയായ രീതിയിൽ ദഹിക്കാതെ വരിക. ഇപ്പോൾ സ്ഥായിയായിട്ട് നമ്മൾ ഇത് ചിലപ്പോൾ APD ആയിരിക്കാം, ആസിഡ് പെപ്റ്റിക് ഡിസോർഡർ ആയിരിക്കാം, ഡൈജസ്റ്റീവ് ഡിസോർഡർ ആയിരിക്കാം, അല്ലെങ്കിൽ പൈൽസ് ആയിരിക്കും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അസുഖങ്ങളാണെന്ന് കുറെ കാലം വ്യതിയാനങ്ങൾ. അപ്പൊ ഇത് സ്ഥായിയായിട്ട് നിൽക്കുന്നു. മറ്റു മെഡിസിൻസോ കഴിച്ചിട്ട് കാര്യമായിട്ടുള്ള ആക്ഷൻ കണ്ടിട്ടില്ലെങ്കിൽ ഇത് ക്യാൻസർ ടെൻഡൻസിയിൽ ഒരു പക്ഷേ. അതുപോലെ യൂറോജെനിറ്റൽ റീജിയനിൽ ബ്ലീഡിങ്, അതുപോലെ തന്നെ യൂറിനറി റിട്ടൻഷൻ, മൂത്രം അല്ലെങ്കിൽ മൂത്രം അറിയാണ്ട് പോകുക, ഇങ്ങനെയുള്ള മറ്റു പ്രോസ്റ്റാറ്റിക് എൻലാർജ്മെന്റിലൊക്കെ അങ്ങനെ വരാം. ഇത്തരത്തിലുള്ള കേസുകൾ നമുക്ക് ട്രീറ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ട്യൂമർ മാർക്കേഴ്സ് വെച്ചിട്ട് നമുക്ക് ഇത് ഡയഗ്നോസ് ചെയ്യാൻ പറ്റും. ഇത് ക്യാൻസറിന്റെ ടെൻഡൻസിയിലേക്ക് പോകുന്നതാണോ? മറ്റു പരിശോധനകൾ എല്ലാത്തിന്റെ കൂടെ തന്നെ നമുക്ക് ഇത്തരത്തിലുള്ള ടെൻഡൻസികൾ അറിഞ്ഞുകൊണ്ട്
അതിന് തക്കമുള്ള ഔഷധങ്ങൾ. അപ്പോൾ ടു ഏർലി ഡിറ്റക്ഷൻ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണ്. ആദ്യം തന്നെ നമ്മൾ ഇതിന്റെ ക്യാൻസറിന്റെ സാധ്യതയിലേക്ക് പോകുമോ എന്ന് അറിഞ്ഞതിന് ശേഷം നമുക്ക് അതിന് തക്കമുള്ള ഔഷധങ്ങൾ നമ്മൾ പ്രയോഗിക്കാൻ കഴിയും. വളരെ നേരത്തെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. എത്രയും നേരത്തെ കണ്ടുപിടിക്കുന്നു അത്രയും നല്ല രീതിയിൽ അതിനെ നമുക്ക് ചികിത്സിക്കാൻ സാധിക്കും, ഭേദമാക്കാൻ സാധിക്കും. പൊതുവായിട്ട് കാണുന്ന ഒരു കാരണം ഇന്നിപ്പോ ക്യാൻസറിന്റെ അളവ് സമൂഹത്തിൽ വളരെ കൂടിയിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഏകദേശം 12 മുതൽ 15% വരെ മരണനിരക്ക് ക്യാൻസർ മൂലമാണെന്നുള്ളതാണ് പുതിയ കണക്കുകൾ കാണുന്നത്. ഡോക്ടറിന്റെ ഒരു കാഴ്ചപ്പാടിൽ എന്തായിരിക്കും ഈ ഇത്രയധികം ക്യാൻസർ രോഗികളുടെ എണ്ണം കൂടാനുള്ള ഒരു കാരണം എന്തായിരിക്കാം? പ്രധാനമായിട്ടും നമ്മുടെ ജീവിത സാഹചര്യം തന്നെയാണ്. കാരണം നമ്മളൊരു ഫാസ്റ്റ് ലൈഫാണ്. കാരണം ശരിയായ ആരോഗ്യ പരിചരണം നമുക്ക് നോക്കാൻ പറ്റുന്നില്ല. കാരണം നമ്മളൊരു സ്പീഡിൽ ഫാസ്റ്റ് ഫുഡ് സംസ്കാരം എന്നൊക്കെ പറയാം. ഭക്ഷണത്തിന്റെ കാര്യത്തിലായാലും നമ്മുടെ ജീവിതം അല്ലെങ്കിൽ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ്, എയർ പൊല്യൂഷൻ, അതായത് അന്തരീക്ഷ മലിനീകരണം, പിന്നെ കെമിക്കൽ, ഇതൊക്കെ അടങ്ങിയിട്ടുള്ള ഫുഡുകൾ, ആർട്ടിഫിഷ്യൽ ഫുഡുകൾ നമ്മൾ കൂടുതൽ കഴിക്കാൻ തുടങ്ങി. ഇത്തരത്തിലുള്ള ഒരുപാട്, പിന്നെ നമ്മുടെ തൊഴിൽ സാഹചര്യം, ഇതിലൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കൊണ്ടാണ് നമ്മുടെ ജീവിതം നിലനിൽക്കുന്നത്. അപ്പോൾ ക്യാൻസർ വരാനുള്ള സാധ്യത ഈ ഒരു അന്തരീക്ഷത്തിൽ